ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് തേനടകൾ. തേൻ്റെ അട ഉണ്ടല്ലോ, അതാ ഈ അടകൾ ഉരുക്കി മെഴുകാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ കവറിൽ ഇടുന്നതൊക്കെ മെഴുക്, പിന്നെ റീപ്പറുമെന്നും അതുപോലെ തന്നെ അതിൻ്റെ മുമ്പ് ഒരുപാട് അടകൾ അവർ മേലെ ഉണ്ടാക്കിയപ്പോൾ പിന്നെ അതൊക്കെ എടുത്തു വച്ചതാണ്. അപ്പോൾ ഈ രൂപത്തിൽ വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ അതിക്ക് പിന്നെ ഇത് വെട്ടിങ്ങാണ്ട് ഇടുക. അങ്ങനെ വെട്ടിയിട്ടുങ്ങാണ്ട് ഈ രൂപത്തിൽ വെട്ടിയിടുക കേട്ടോ. ഈ രൂപത്തിൽ ഇങ്ങനെ വെട്ടിയിടുക. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ചാടുമ്പോൾ അത് മെഴുക് അത് പെട്ടെന്ന് അലിഞ്ഞു പോകും. അങ്ങനെ ഈ രൂപത്തിൽ ചെയ്യാം. ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ്. ഈ രൂപത്തിലാണ് മെഴുക് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ മെഴുക് ഉണ്ടാക്കിയിട്ട് അത് പിന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ അത് പിന്നെ മെഴുകായതിന് ശേഷമുള്ള രൂപം ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മഴക്കാലമായി. അപ്പോൾ ഈ രൂപത്തിൽ പിന്നെ എല്ലാ അടകളും കൂട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് അടകളൊക്കെ വെട്ടി വൃത്തിയാക്കി. കൂടൊക്കെ മഴക്കാലത്ത് പിന്നെ മഴ കൂടുതൽ നനഞ്ഞാൽ അവർ കൂട് വിട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒഴിവാക്കി ചെയ്യുന്നത്. അപ്പോൾ ഈ വെട്ടിയിലുള്ളതൊക്കെ അടകളുണ്ട്. ഇനി ഒരുപാട് എടുക്കാണ്ട് അടകൾ. പിന്നെ എനിക്ക് ടൈമില്ലാത്തത് കൊണ്ട് തന്നെ സമയത്തിനനുസരിച്ച് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ എടുത്തതിലേറെ ഇനിയും കൂട്ടിൽ നിന്ന് അടകളെടുത്ത് വൃത്തിയാക്കാനുണ്ട്. ഏതായാലും അതും ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് വെട്ടിയാക്കി ഇനി ആ ചെമ്പിലേക്ക് ഇട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് അലിയും കേട്ടോ. കൂടുതൽ വെള്ളം ചൂടായി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് അലിഞ്ഞ് ഇതാവും. എന്നിട്ട് ഇതൊരു പിന്നെ പാത്രത്തിൽ, നല്ലൊരു ശുദ്ധമായൊരു പാത്രത്തിൽ തുണി കെട്ടി അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുക. അതിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ കരടുകളൊക്കെ മേലെ തുണിയിലുണ്ടാവും. ബാക്കി വെള്ളം മടിയിലേക്ക് പോയി പിന്നെ അത് കട്ടാവുകയാണ് ചെയ്യുക കേട്ടോ. ആ കട്ടായ വീഡിയോ പിന്നെ ഞാൻ മെഴുകായിട്ട് വന്നത് ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ അത് പിന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഇത് മെഴുകാക്കി എടുത്തത് ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ബൈ.